ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മളെ 2 വർഷം മുമ്പുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പതിവിന് വിപരീതമായിട്ടൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ വന്നു കഴിയാന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളം അടുപ്പ് വയ്ക്കുക. പിന്നെ നമുക്ക് കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടാവും, അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വാർക്കും. ആ തിളപ്പിച്ച് വാർക്കണ കഞ്ഞിവെള്ളം ഒഴിച്ച് തന്നെ ഇന്നത്തെ അരിക്കുള്ളത് അരി കുത്താനായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് അരി കഴുകുന്നതിന് പകരം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. പിന്നെ നന്നായിട്ട് 3-4 തവണ അരി കഴുകി എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അരി നീറ്റായിട്ട് കഴുകി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ചപ്പാത്തിക്ക് ഉള്ള ആട്ട എടുത്തു. അപ്പോൾ അന്നേരമാണ് കുറച്ച് ഉറുമ്പുകൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതൊക്കെ പറക്കി കളഞ്ഞിട്ട് പിന്നെ ആട്ട ഇടുവാണ്. അപ്പോൾ ഇവിടെ പഴയ വീടായതുകൊണ്ട് ഇച്ചിരി ഉറുമ്പിൻ്റെ ശല്യം കൂടുതലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം, അതായത് എണ്ണയും ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, അറിയില്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ. അറിയുന്നവർ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റൊക്കെ ഏകദേശം മാറ്റി വയ്ക്കും. കാരണം കൈക്ക് പൊറുക്കണ ചൂടാകുമ്പോഴാണ് പിന്നെ അത് കുഴയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചപ്പാത്തിക്കുള്ള പൊട്ടറ്റോ 2 എടുത്ത് കുക്കറിനകത്ത് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങളെല്ലാം അരിഞ്ഞു കൂട്ടാം. അപ്പോൾ ദാ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഈ ഒരു സമയത്ത് ഒരു തക്കാളി, ഒരു സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞു. ഇനി സവാള നമുക്കത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു. അതുപോലെ തന്നെ ആ ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. പകുതി ഞാനിങ്ങനെ ചോപ്പറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ചപ്പാത്തിക്ക് കുഴച്ചിട്ട് കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് കറിക്കും കൂടെ നോക്കാം. സാധാരണ രീതിയിൽ ഒരിടത്ത് കറി ഒരിടത്ത് ചപ്പാത്തി ഞാൻ കുഴയ്ക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കണതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ചെയ്യലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ വീഡിയോ എടുക്കാൻ സെപ്പറേറ്റ് ആരെങ്കിലും വേണം. ഇതിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം തന്നെയാണ്, ഷൂട്ടിങ്ങും കുക്കിങ്ങും എല്ലാം ഒന്നിച്ചാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു നുള്ള സാധാരണ ജീരകയില്ലേ അതും കൂടെ ഇട്ടു കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോഴാണ് ജീരകം ഇടുന്നത്. അപ്പോൾ അതും പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പുമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചപ്പുമണം മാറി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഒരു സവോള ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടാൻ സഹായമാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എരിവിനനുസരിച്ച് 6-7 പച്ചമുളക് എടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ ഒരു 4 ഇട്ടു. അപ്പോൾ അത് നന്നായിട്ട് അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുളകിന് എരിവിനനുസരിച്ച് അത് മാറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വഴന്നങ്ങ് പോകണ്ട, എന്നാൽ നമ്മുടെ സവാളയുടെ കളർ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിനി മസാല ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആദ്യം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ്, ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ ഒരു പച്ചമണം എല്ലാം തെറ്റിപ്പോണം. റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ടാണോ എന്നറിയത്തില്ല, എന്തായാലും പറയുമ്പോൾ എന്തായാലും കുറേയൊക്കെ തെറ്റിപ്പോണ്ട് കേട്ടോ. അപ്പോൾ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ അടുത്ത പണി നോക്കാം കേട്ടോ. ഞാൻ ഈ സമയത്ത് നമ്മുടെ ചപ്പാത്തി കുഴച്ച് വെച്ചേക്കുമല്ലേ, അപ്പോൾ അത് നമുക്കൊന്ന് പരത്തണമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതൊന്ന് ഇളക്കിയിട്ടും കൊടുക്കും, അതുപോലെ തന്നെ അതിനിടയ്ക്ക് ചപ്പാത്തിയും പരത്തും. അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം കൂടെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി ഇട്ട് മുന്നോട്ട് പോയില്ല. നമ്മൾ ഉച്ചയായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സവോളയുടെ കൂടെ. അപ്പോൾ ഈ ഒരു സമയത്ത് പൊട്ടറ്റോ വേവിച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ആയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
നന്നായിട്ട് മിക്സായി വന്നു കഴിയുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. നമുക്ക് ആവശ്യത്തിന് എത്രമാത്രം ചാറ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കൂടെ നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കണതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് ഞാനൊരു അല്പം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അത്യാവശ്യം ഒന്ന് കറി കുറുകി വരണം. പിന്നെ ഈ മസാല എല്ലാം ഇതിലേക്ക് പിടിച്ചുകൊണ്ട് ചെയ്യണമല്ലോ ഇഴങ്ങയിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മിനിറ്റും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചപ്പാത്തിയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചപ്പാത്തിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കറി കുറച്ചുകൂടി കുറുകി വരും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്ന ചപ്പാത്തി ചുടുകയും പാത്രം തേക്കുകയും അതുപോലെ തന്നെ പാലും ചായ തിളപ്പിക്കുകയും എല്ലാം കൂടെ ഒറ്റ ട്രിപ്പ് ഒരു പണിയായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 1.5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു തക്കാളി ഇടാറുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത തക്കാളിയുടെ പകുതിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒരു തക്കാളി 4ആയിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു കൈപ്പിടി നിറയെ പരിപ്പും കൂടെ ഇട്ടിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മളിത് കുക്കറിനകത്തിട്ട് വേവിക്കും. അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് വെന്ത് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അടുത്ത അരപ്പൊക്കെ ചേർക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ചപ്പാത്തി ചുടുന്നുണ്ട്, അതിനൂടെ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ചെയ്യണത് കേട്ടോ. അപ്പം വീഡിയോ ബോറാവുണ്ടേ പറയണേ. എല്ലാം സെപ്പറേറ്റായിട്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് സ്റ്റവിൽ വേവിക്കാൻ വെച്ചു. ഈ സമയത്ത് അടുപ്പിൽ ഇച്ചിരി തീയിടുവാണ്. കാരണം നമ്മൾ അടുപ്പിൽ തീ കത്തിക്കണില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഉറുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നോട്ടും പറയും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുകയ്ക്കണം. പിന്നെ കൊതുകൊന്നും പെരക്കത്തേക്ക് അങ്ങനെ വരില്ല പുകച്ച് കഴിഞ്ഞാലെന്നൊക്കെ പറയും. അപ്പോൾ ഞാനിങ്ങനെ ആവശ്യമുള്ള പേപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ പുകയ്ക്കും. പിന്നെ നമ്മൾ ഈ തേങ്ങ ചിരണ്ടേൻ്റെ ബാലൻസ് തന്നെ ചിരട്ടയുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഇട്ട് കത്തിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കത്തിച്ചു. അതുപോലെ തന്നെ സ്റ്റൗ ഓഫാക്കി വെച്ചു. ഇനിയിപ്പം കുറച്ച് മുറ്റ അടിക്കാനുള്ളതുണ്ട്. അത് അടിച്ചതിന് ശേഷം വേണം നമുക്ക് പിന്നെ ബാക്കിയുള്ളത്തെ അടുക്കളയിലെ പണി ചെയ്യാനായിട്ട്. അപ്പോൾ മുറ്റടിക്കുമ്പോൾ ഞാനിങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ടാണ് മുറ്റടിക്കുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മുതലേ ഉള്ളൊരു ശീലമാണ്. ഈ റോഡ് സൈഡിലായിരുന്നു, മെയിൻ റോഡ് സൈഡായിരുന്നു നേരത്തെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മുറ്റടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഷോൾ ഇട്ടിട്ട് പിന്നൊക്കെ കുത്തി ഇങ്ങനെ സെക്യൂറാക്കി വെച്ചിട്ട് ഞാൻ മുറ്റടിക്കുന്നു. അപ്പോൾ നമുക്ക് കുനിഞ്ഞൊന്ന് അടിക്കാൻ പേടിക്കണ്ട. അപ്പോൾ ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഷോൾ ഇട്ടിട്ടേ മുറ്റടിക്കുള്ളൂ. എന്നാലേ എനിക്കൊരു കംഫർട്ടബിളായിട്ടൊന്ന് മുറ്റടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മുറ്റടിയൊക്കെ കഴിഞ്ഞു. അപ്പം മുറ്റടി കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറഞ്ഞാൽ അലക്കാനുള്ള തുണിയൊക്കെ കുതിർത്തി വെക്കുക എന്നുള്ളതാണ്. അപ്പം അത് ആദ്യമേ അങ്ങ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ചെടിയുണ്ട്, കുറച്ച് പൂച്ചെടി ഉണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് നനയ്ക്കണം. അപ്പോൾ അത് നനച്ച് തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ അച്ചുക്കുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അച്ചുക്കുട്ടൻ എണീറ്റ് വന്ന അച്ചുക്കുട്ടൻ പറഞ്ഞ കാര്യം ചാമ്പങ്ങ വേണമെന്നാണ്. അപ്പോൾ അച്ചുക്കുട്ടൻ്റെ ചാമ്പങ്ങ പറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാമ്പ മരം. നിറയെ കാച്ച് കിടപ്പുണ്ട്, പക്ഷേ മുകളിലാണ്, അതുകൊണ്ട് തന്നെ പറിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അച്ചുക്കൂട്ടന് ചാമ്പങ്ങ ഇല്ലാണ്ട് അച്ചുക്കൂട്ടൻ സമ്മതിക്കത്തു. പറിക്കാനുള്ള കോലൊക്കെ ആയിട്ട് കക്ഷി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് പറിച്ചു കൊടുത്താലേ പിന്നെ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അത് പറിച്ചു കൊടുത്തിട്ടാണ് അടുത്ത പണിയെന്ന് ഓർത്തു. അതാണ്ടല്ലേ ഒരു കൈ നിറയെ ഉണ്ട്. പിന്നെ ഇത് മുഴുവൻ കൊണ്ടുവച്ചിട്ട് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് പുള്ളി ആദ്യം കഴിക്കുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പുള്ളി കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും പറയും വേണം വേണമെന്ന് പറയും കേട്ടോ. പിന്നെ ഞാനങ്ങനെ പറിച്ചു കൊടുക്കുന്നില്ല. എപ്പോഴും തിന്നണ അത്ര നല്ല കാര്യമൊന്നുമില്ല ഈ ചാമ്പങ്ങ എന്ന് പറയുന്നത്. വയറുവേദന ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ബാക്കി പറിച്ച് വെച്ച് കൈ പിടിച്ചേക്കണേ. കുറേ അച്ചുക്കുട്ടൻ താഴെ കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് അച്ചുക്കുട്ടന് ചെറിയ നാണം വന്നോ എന്നൊരു സംശയം. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്കിട്ട് കഴുകി കൊടുത്തു. പിന്നെ അച്ചുക്കുട്ടന് പിന്നെ ഇന്നലത്തെ മുട്ടത്തോടാണ് കേട്ടോ. അപ്പം മുട്ട വേവിച്ച വെള്ളവും തോടും കൂടെ ഞാനിങ്ങനെ പാത്രത്തിലാക്കി വെച്ചേക്കണം. അപ്പോൾ അത് ഞരടി പിഴിഞ്ഞിട്ട് ഞാൻ ചെടിക്ക് കൊണ്ട് ഒഴിക്കും. പക്ഷേ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ടുള്ള കേട്ടോ ഒഴിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഒഴിച്ചാൽ പെട്ടെന്ന് പൂവൊക്കെ ഉണ്ടാകും ഇങ്ങനെ പറഞ്ഞു കേട്ടാനും ചെയ്താണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മൂത്ത കുഞ്ഞ് ഞാനോട്ട് ഇങ്ങനെ നടന്ന് ഉറക്കാണ് കേട്ടോ. ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല. അപ്പോൾ അവനെ വിളിച്ച് തട്ടിപ്പൊക്തി എണീപ്പിച്ചു. അവൻ ആങ്ങി തൂങ്ങി എണീറ്റ് ഇനി പല്ലന്തയും കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ല ടൈമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ചുക്കൂട്ടന് ഉള്ളത് ഫുഡും എടുത്തു, ഞാനും കഴിക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൻ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈമാകും, പിന്നെ നമുക്ക് പണി കിടക്കുമല്ലേ. അപ്പോൾ അവന് ഞാൻ വേഗം അച്ചുക്കൂട്ടിന് വാരി കൊടുത്തു. ചായ കൊണ്ട് കൊടുത്തിട്ട് അച്ചുക്കൂട്ടിന് വാരി കൊടുത്തിട്ട് ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ അച്ചുക്കൂട്ടൻ അവിടെ ഇരുന്ന് ചാമ്പങ്ങയൊക്കെ ഇങ്ങനെ അടുക്കിടയ്ക്ക് കളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അലക്കി വിരിക്കുന്ന തുണി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് വിരിച്ചിട്ടു. പിന്നെ കറിവേപ്പില പറിക്കാൻ പോണ പോക്കാണ് കേട്ടോ. ഈ പറമ്പിൽ കറിവേപ്പില പറിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചാൽ പോണേ. കാരണം പാമ്പിൻ്റെ ശല്യം ഭയങ്കരമാണ്. എനിക്ക് വനം പിടിച്ചോണക്ക് പുല്ല് കയറി കിടക്കുവാണ്. അപ്പോൾ പേടിച്ച ഒരു വിധത്തിൽ കറിവേപ്പില കുറച്ചുകൊണ്ട് പോകുന്നു. ഒരാഴ്ചത്തേക്കുള്ള കറിവേപ്പില ഞാൻ ഇതുപോലെ കൊണ്ട് വെക്കും കേട്ടോ.
അപ്പോൾ ഈ വെള്ളത്തിൽ കുപ്പിക്കകത്ത് ഇങ്ങനെ ഇറക്കി വെക്കുമ്പം നമുക്ക് എങ്ങനെ പോയാലും ഒരു 4 ദിവസത്തേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടും. പക്ഷേ ഫ്രിഡ്ജ് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുറച്ചുകൂടി ഉണങ്ങി പോകും. പിന്നെ കടലാസിൻ്റെ ഒക്കെ പൊതിഞ്ഞ് അങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വെക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടം. അല്ലെങ്കിൽ പറയും ഫ്രിഡ്ജിൽ കയറ്റി വെക്കും, എല്ലാം ഈ കയ്യിൽ എത്തുന്നിടത്ത് പറിക്കാവുന്ന വരെ അവളെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും എന്ന് പറഞ്ഞ് വഴക്കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യണത്. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പം ആ വഴക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇലയുള്ളത് ഭാഗം വെള്ളത്തിലേക്ക് കഴിഞ്ഞാൽ ചെയ്യൂലോ, അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ചു. പിന്നെ ഇന്ന് കറി വെക്കുമ്പോൾ അത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പരിപ്പ് കറിയുടെ അരപ്പ് ഇപ്പോഴാണ് ചേർക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയും അതുപോലെ തന്നെ ഒരു കുറച്ച് മുളക് പൊടി, അതായത് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, ഞാനൊരു ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളി, 2-3 ചുമന്നുള്ളി, കറിവേപ്പില, ഇത്രയും ചേർത്ത് നമ്മൾ അരച്ചിട്ട് അരപ്പ് ചേർത്ത് വിട്ടേ ഞാൻ. ഇനി ആ അരപ്പ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ കടുക് താളിക്കണമൊക്കെ തന്നെ കടുക് താളിക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇടുക. അത് കടുക് പൊട്ടി വരുമ്പം ഒരു ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കടുക് താളിക്കണേ. അപ്പോൾ വർത്താനം പറഞ്ഞ് വന്നതിനിടയ്ക്ക് അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ തന്നെ വെക്കൂട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം കാരണം കുക്കർ ഇങ്ങനെ അടച്ചു വെച്ചില്ലെങ്കിൽ നമ്മൾ കറി കൂട്ടാൻ ചെല്ലുമ്പോഴത്തേനും കറി മുഴുവൻ ഉറുമ്പായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കിയിടുവാണ്. ബെഡ്ഷീറ്റ് മടക്കി വെച്ചില്ലെങ്കിൽ വൈകുന്നേരത്തിന് ഇവന്മാർ ഇതിൻ്റെ കോലം കെടുത്തും. അപ്പോൾ 2 മുറിയിലെ ബെഡ്ഷീറ്റ് ഇതുപോലെ മടക്കി വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് വീടൊന്ന് തുടയ്ക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അന്നത്തേക്ക് മഴയൊക്കെ വന്നു. മഴ എന്ന് പറഞ്ഞൊരു കാലാവസ്ഥ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് പിന്നെ തുടച്ചില്ല. പിന്നെ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഉണങ്ങിയല്ല. പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചവിട്ടി കയറ്റി മുഴുവൻ നമ്മൾ തുടച്ചാൽ ഒരു പ്രയോജനം കിട്ടിയല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്ന് തുടച്ചില്ല. പെരയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേനും ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വന്നു. അപ്പോൾ ഇത് നമുക്ക് ഹോൾ വീഡിയോ ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കൊണ്ടുവരുമ്പോൾ എൻ്റെ പിള്ളേർക്ക് അതൊക്കെ ഒന്ന് കാണുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു പണിയൊക്കെ തീർക്കട്ടെ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് എൻ്റെ ഹസ്സു ഇറച്ചിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കേട്ടോ. പെട്ടെന്ന് തന്നെ നുറുക്കി തന്നു. അപ്പോൾ പിന്നെ അന്നേരം തന്നെ ചെയ്തു. അപ്പോൾ പിന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ ആണെങ്കിലും കുറച്ച് ഇറച്ചി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇറച്ചി കൊണ്ടുവരില്ല, എന്തെങ്കിലും തോരൻ വെക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇരുന്നതാണ്. പക്ഷെ പുള്ളി എന്തായാലും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഞങ്ങൾ ഇവിടെ എന്നും ഇറച്ചി വാങ്ങലൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ വാങ്ങാറുള്ളൂ. പക്ഷേ ഇന്നലെ ഈ താറാവ് ഇറച്ചിയില്ലേ, താറാവ്, അത് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങണം, അങ്ങനെ വാങ്ങാറില്ലായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ അത് പിറ്റേന്ന് എന്തായാലും ഇറച്ചി വാങ്ങിയാൽ. ഞായറാഴ്ച ദിവസമാണ് മിക്കപ്പോഴും, ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിലാണ് മിക്കവാറും വാങ്ങിക്കാറ്. അതും മാസത്തിൽ 1-2 മണിയൊക്കെ വാങ്ങാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഒരുപാട് ഇറച്ചിയോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ ഹസ്സിനും എൻ്റെ കുട്ടികൾക്കൊക്കെ ഇറച്ചി മതി. എനിക്ക് ഇച്ചിരി ചീരയും അങ്ങനെയുള്ള പച്ചക്കറികളോടൊക്കെ ഒരു ഇച്ചിരി താല്പര്യമുള്ള ആളാണ് ഞാൻ. എനിക്ക് അവിയൽ, സാമ്പാർ ഇഷ്ടമല്ല കേട്ടോ. സാമ്പാർ കൂട്ടി ഞാൻ മടുത്തു. അവിടെ സാമ്പാറിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ മുതലേ ഇഷ്ടമുള്ള കാര്യമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കറികൾ അതൊക്കെയാണ്. ഇവിടെ എല്ലാവർക്കും ഇറച്ചിയും മീനുമാണ് താല്പര്യം. മീനൊക്കെ ഇഷ്ടമാണ്, എന്നാലും എനിക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഇഷ്ടം പച്ചക്കറികളോട് തന്നെയാണെന്ന് പറയാം. എന്തായാലും നമ്മൾക്ക് വളർന്നു വരുന്ന സാഹചര്യമല്ലേ. മമ്മിയൊക്കെ കുഞ്ഞിലെ മുടി വളരും, കണ്ണിന് കാഴ്ചയ്ക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ്, പിന്നെ എന്താ പറയുക, കളർ വെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പാൽ കുടിപ്പിക്കുകയല്ലേ എന്ന് പറഞ്ഞോണൊക്കെ ചീര ഒരുപാട് തന്നിട്ടുണ്ട്. മുടി വളരാൻ നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയെന്നോണം എനിക്കിപ്പം അന്ന് പോലെ കഴിച്ച ആ ഒരു ശീലം ചീരയോട് ഇപ്പോഴും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് തരും കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. ദൈവം അനുഗ്രഹിച്ച് നടക്കുവാണെങ്കിൽ നോക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ വൗ സ്കിൻ കെയർ ഇല്ലേ, അവരിങ്ങനെ പ്രൊഡക്റ്റ് അയച്ചു തന്നപ്പോൾ അവർ കുറച്ച് ചീരയുടെ വിത്തൊക്കെ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നട്ട് പിടിപ്പിക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കാരണം വൈകുന്നേരം മഴയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മുടെ കുസൃതി വീണ്ടും ഓരോ കുസൃതിയായിട്ട് വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്. അവൻ പൊട്ട് വേണമെന്നോ എന്തോ പറഞ്ഞു. ഞാൻ എന്തോ പൊട്ടെടുത്തോട്ടോ പൊട്ട് വേണമെന്ന് എന്തോ പറഞ്ഞു കേട്ടോ. ഇത് റെക്കോർഡ് ചെയ്യണ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പകുതി കാര്യങ്ങൾ പറയാനുള്ളത് മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അന്നന്ന് റെക്കോർഡ് ചെയ്യണ കുഴപ്പമില്ല. അപ്പോൾ ഈ വ്ളോഗാകുമ്പോൾ എപ്പോഴും ഞാൻ മറന്നു. ആർക്കേലും എന്തെങ്കിലും മനസ്സിലായോ? ധ്യാന ഒച്ചോർച്ചേ, അത് വലിച്ചടിക്കരുത് കേട്ടാ. വിട്ടുവരാ തല ചടും. മാങ്ങാവെള്ളോ? മാങ്ങാവെള്ളം വേണമെങ്കിൽ മാങ്ങ കൊണ്ടുവരാം. മാങ്ങ ഉണ്ടോ? ഏതാ മാങ്ങ ഒന്ന് എടുത്തോണ്ട് തന്നെ. ഏതാ മാങ്ങാവെള്ളം? നാരങ്ങാവെള്ളത്തിനാണ് ഇവിടെ വെത്ത മാങ്ങാവെള്ളം എന്ന് പറയണത് കേട്ടോ. നാരങ്ങ എടുക്കാൻ പോയതാണ് കക്ഷി.
ഇതിനെന്നാ പറയണേ? നാരങ്ങ. അപ്പൊ നാരങ്ങ വെള്ളം എന്നല്ലേ പറയണ്ടത്? നീ മാങ്ങാവെള്ളം എന്ന് പറയണ പിന്നെ എന്നത്തിനാ? മാങ്ങാവെള്ളം ഉണ്ടാക്കണോ? ഉണ്ടാക്കാന്ന് കേടാ. മാമാന്തിയോ? ഇനി ഇത് പറിച്ച് കൊടുക്കുന്നതോടം വരെ ഈ മാമാന്തി എന്ന് പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞേ, ആരും പറിച്ചു തരാമെന്ന് ചോദിച്ചാൽ, ആരും ചാമ്പങ്ങ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ട് തരാമെന്ന് ചോദിച്ചേ. ഇതൊരു ചാമ്പങ്ങ കൊതിയനാണ്. ചാമ്പങ്ങ ചിക്കൻ ബിരിയാണി. പിന്നെ എന്നാ ചുക്കുട്ടിന് ഇഷ്ടമുള്ളത്? ഇതൊക്കെ മതി എൻ്റെ കൊച്ചിന്. അല്ലാണ്ട് ഒരു സാധനം എൻ്റെ കൊച്ചിന് വേണ്ട. ഇരിക്കണണ്ടല്ലേ അസ്ഥിയും തോന്നും തിരിഞ്ഞ്. ഈ സാധനങ്ങൾ നല്ല നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ കൊച്ചിന് പിടിക്കുള്ളൂ. എന്നിട്ട് ഓട്ടവും ചാട്ടവും. പിന്നെ എങ്ങനെ ശരീരത്ത് പിടിക്കും? പിന്നെ രണ്ടുപേരും കൂടെ പിന്നെ ഒരിഞ്ഞടിയായി. ഒരു ക്ലോക്ക് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് രണ്ടും കൂടെ കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അടിയായിരുന്നു കേട്ടോ. അച്ചുകൂട്ടൻ നല്ല കരച്ചിലായി. ധ്യാനൂട്ടന് നല്ല ചതയം വെച്ച് കൊടുക്കും. അവൻ ഓർമ്മ തിരിച്ചു കൊടുക്കുമ്പോൾ ഇവൻ്റെ ഭയങ്കരം കരച്ചിലായിരിക്കും. പിന്നെ ഞങ്ങൾ ചോറിനാന്ന് വെച്ചു. അപ്പോൾ ചോറിന് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയും അതുപോലെ തന്നെ ആ ഒരു തക്കാളിയും പരിപ്പും കൂടെ കറി വെച്ച് പിന്നെ പപ്പടം കാച്ചി, ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അച്ചുകൂട്ടനെ കിടത്തി ഉറക്കി. ധ്യാൻ പിന്നെ ഉറങ്ങിയില്ല. അച്ഛനെ ഉറക്കിയില്ലെങ്കിൽ പിന്നെ രണ്ടും കൂടെ പൊരിഞ്ഞടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി നേരം കിടത്തി ഉറക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇറച്ചി വാങ്ങിച്ചു വന്നപ്പോൾ പിന്നെ ഏട്ടൻ പത്തിരിയും കൂടെ വാങ്ങിച്ചു വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. പിന്നെ ഷൂട്ട് ചെയ്യണ വൈകുന്നേരം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇടയ്ക്കൊന്നും ഉണ്ടായില്ല. കുറച്ച് പത്തിരിയും എന്നാ പറയുക ചായ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു. പിന്നെ അച്ഛന് വാരി കൊടുക്കണം. അച്ഛൻ കുഞ്ഞായ കാരണം അച്ഛന് ഇച്ചിരി ലാളിക്കൽ കൂടുതലുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ അവന് ചോറ് വാരി കൊടുക്കണം, ചായ, രാവിലത്തെ ചായ എല്ലാം അവന് വാരി കൊടുക്കണം കേട്ടോ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡീസൻ്റാണ്, തന്നെ വാരി കഴിച്ചോളും. പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞാൽ വാരി കൊടുക്കണം. അപ്പോൾ അവർക്ക് അതൊക്കെ വാരി കൊടുത്തു, ഞാനും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു വ്ളോഗ് എന്ന് തന്നെ പറയാമല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ പുറത്തേക്കൊന്നും ഞങ്ങളങ്ങനെ പോകാറില്ല കേട്ടോ. ഒന്നാമത് ഈ കൊറോണ വന്നതോടുകൂടി ഞങ്ങൾ അമ്പലത്തിൽ പോക്ക് വരെ കുറവാണ് സത്യം പറയാം. എല്ലപ്പോഴും അമ്പലത്തിൽ പോക്കുള്ളൂ. പിന്നെ എന്താ പറയണ, മിക്കപ്പോഴും അച്ഛനും ഓരോരോ അസുഖങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പനിയായിരുന്നു. പനി എന്ന് പറഞ്ഞാൽ ജലദോഷവും ചുമയൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് മാറി. ഇപ്പം ഞാൻ ഈ വ്ളോഗ് എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ തക്കാളിപ്പനി തുടങ്ങി. അപ്പോൾ ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത വ്ളോഗ് വരുന്നത് പറഞ്ഞൊരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ലഞ്ച് വ്ളോഗ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ അന്ന് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത്, എഡിറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത്രയും ദിവസത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.